ഭരതനാട്യം ടു മോഹിനിയാട്ടം, സുരാജ് വെഞ്ഞാറമൂട്, ഷൈജു കുറുപ്പ്, ബേബി ജിൻ ഇവരൊക്കെ അഭിനയിച്ച് ഇന്ന് റിലീസായ പുതിയ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി പടം. അതായത് ഈ പടം ഭയങ്കര സിമ്പിൾ ത്രെഡാണ്, 2.5 മണിക്കൂറായിട്ടുള്ളത്. വളരെ ചെറിയൊരു പടമാണ്, അത് വളരെ ചെറിയൊരു ത്രെഡേ ഉള്ളൂ ഈ പടത്തിന്. പക്ഷേ ആ പടം നല്ല രീതിയിൽ ഇവർ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് എടുത്തു പറയേണ്ട ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേബി ജീൻ. അതായത് നമ്മുടെ ബേബി ജീൻ്റെ ഫസ്റ്റത്തെ ഒരു പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ ജിങ്കാന. അതിൻ്റെ അത് പുള്ളിക്കാരൻ ഒരു യൂണീക്ക് കഥാപാത്രമാണ് ബേബി ജീൻ ചെയ്തത്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. ഭയങ്കര പുള്ളിക്കാരൻ്റെ കോമഡി, അന്നത്തെ കോമഡിയൊക്കെ ഭയങ്കര വർക്കൗട്ട് ആവുകയും ചെയ്തു. ഈ പടത്തിൽ നേരെ നമ്മുടെ അർജുൻ അശോകൻ നമ്മുടെ രോമാഞ്ചത്തിൽ കാണിച്ചൊരു ഒരു ക്യാരക്ടറല്ലേ, അതേ ടൈപ്പ് ഒരു വെറൈറ്റി ടൈപ്പ് ക്യാരക്ടറാണ് ഇതിൻ്റെ അകത്ത് ബേബി ജീൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അത് കോമഡിയാണെന്ന് വെച്ചാൽ സീരിയസ് ആണ്. ആ ഒരു സീരിയസ് കോമഡി ആ ഒരു ടൈപ്പ് ഒരു കഥാപാത്രമാണ് ബേബി ജീൻ ചെയ്തത്. പക്ഷെ നല്ല അടിപൊളിയായിട്ട് ബേബി ജീൻ ചെയ്തു കേട്ടോ. അതായത് ഫസ്റ്റ് ഹാഫൊക്കെ ബേബി ജീൻ്റെ പെർഫോമൻസ് ആണ് നമുക്ക് തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പുള്ളി ഭയങ്കര നാച്ചുറലായിട്ട്, അതായത് പുള്ളിക്കാരൻ്റെ ഫീൽഡ് പാട്ടല്ല അഭിനയമാണെന്ന് തോന്നിപ്പോവും. നല്ല രീതിയിൽ പുള്ളിക്കാരൻ പെർഫോം ചെയ്തു. പിന്നെ എടുത്തു പറയേണ്ട ഒരാളാണ് സുരാജ് ചേട്ടൻ. സുരാജ് ചേട്ടനകത്ത് കോമഡി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമഡിയാണ്, സീരിയസ് കഥാപാത്രമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീരിയസ് കഥാപാത്രമാണ്, എന്നാൽ വില്ലനാണെന്ന് ചോദിച്ചാൽ വില്ലനാണ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അതായത് ഒരു ഫൺ ടൈപ്പായിട്ടുള്ളൊരു സുരാജ് ചേട്ടനെ നമുക്കിതിനകത്ത് കാണാൻ പറ്റും. അത് സീരിയസ് ആണെങ്കിൽ സീരിയസ് ആണ്, ദുഷ്ടനാണെന്ന് വെച്ചാൽ ദുഷ്ടനാണ്, കോമഡിയാണെന്ന് ചോദിച്ചാൽ കോമഡിയാണ്. എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു കഥാപാത്രം. അത് വെറൈറ്റി ടൈപ്പ് ഒരു ഓൾഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് സുരാജ് ചേട്ടനകത്ത് കാണിക്കുന്നത്. പക്ഷേ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സുരാജ്. ഷൈജു കുറുപ്പും പിന്നെ അവരുടെ കുറേ ഫാമിലി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ എല്ലാവരും നല്ല രീതിയിൽ ഇതിനകത്ത് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാട്ടുണ്ട്, ഭരതനാട്യം എന്നാണ് തോന്നുന്നു ഇതിൻ്റെ ഫസ്റ്റ് പാട്ട്. ഞാൻ അത് കണ്ടിട്ടില്ല, ഞാൻ സെക്കൻഡ് പാർട്ടാണ് കണ്ടത്. അങ്ങനെ റിലേറ്റ് ആയിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെ റിലേറ്റഡ് കണക്റ്റഡ് പഴയ കഥയായിട്ട് ഇങ്ങോട്ടായിട്ട് കണക്ട് ചെയ്തിട്ട് അങ്ങനെയൊന്നുമില്ല. ഇത് വേറെ ടൈപ്പ് പ്ലോട്ടായിട്ടുള്ളൊരു മൂവിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റത്തെ പടം എനിക്കൊന്ന് തിയേറ്ററിൽ അധികം ഹിറ്റ് ആയിട്ടില്ല. പക്ഷേ ഇത് നിങ്ങൾ തിയേറ്ററിൽ ആരും മിസ് ചെയ്യരുത്. എന്ന് വെച്ചാൽ ഇത് നല്ലൊരു അടിപൊളി എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ളൊരു പടമാണ്. അതായത് കോമഡിയാണിത്. ബേസിക്കലി കോമഡി എന്ന് വെച്ചാൽ ഫുൾ എന്ന് വെച്ചാൽ അങ്ങനെ പൊട്ടിച്ചിരിക്കാൻ മാത്രമുള്ള കോമഡി ഒന്നുമില്ല. അതായത് നല്ല ഫൺ ടൈപ്പുള്ള കോമഡിയാണ്. എന്നാൽ നമ്മൾ തിയേറ്ററിൽ ഇരുത്താനായിട്ട് നമ്മൾ ഒട്ടും ബോറടിക്കാത്ത ചളിയല്ലാത്ത രീതിയിലുള്ള നല്ല കോമഡികളും പിന്നെ കുറച്ച് നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഈ മൂവിയിലുണ്ട്. ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചിരിക്കാനും ഈ പടത്തിൻ്റെ ബേസിക് പ്ലോട്ടിലോട്ട് കയറുന്നുണ്ട്. നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ ജസ്റ്റ് ഒരു ബേസിക് ഒരു കൊലപാതകമാണ്, ഒരു ഫാമിലിയിൽ നടക്കുന്ന ഒരു കൊലപാതകമാണ്. അതിൽ ആ ഒരു കൊലപാതകത്തിലെ അന്വേഷിച്ച ആ ഒരു ടൈപ്പ് പ്ലോട്ടാണ് ഈ ബേസിക്കലി കഥ നടക്കുന്നത്. ആ ട്രെയിലറിൽ കണ്ട സെയിം കഥ പ്ലോട്ട് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് അതേപോലെ നല്ല ഫണ്ണായിട്ട് കൊണ്ടുപോകുന്നുണ്ട്, സുരാജ് ചേട്ടൻ്റെയൊക്കെ പെർഫോമൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലോട്ട് കയറുമ്പോഴത്തേക്കും സെക്കൻഡ് ഹാഫും ബേബി ജീൻ്റെ സെക്കൻഡ് ഹാഫാണ് ബേബി ജീൻ്റെ ഒരു ഗ്രാഫ് കയറുന്നത്. ബേബി ജീനുണ്ട്, പിന്നെ നമ്മുടെ ഒരു പോലീസ് ഓഫീസറായിട്ട് ഒരു ഗസ്റ്റ് റോൾ എന്ന രീതിയിൽ നമ്മുടെ ഈ പുള്ളിക്കാരൻ വരുന്നുണ്ട്. നമ്മുടെ പ്രേമത്തിൽ അഭിനയിച്ച മറ്റേ പുള്ളിക്കാരൻ, അതായത് വിനയ് ഫോർട്ട്, പുള്ളിക്കാരൻ അത് പോലീസ് കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. അത് വളരെ ഫണ്ണി ആയിട്ടുള്ള, അത് ഈ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ്. ബേസിക്കലി ഇതിൻ്റെ ത്രെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊലപാതകം, അതായത് ഇവരുടെ വീട്ടിൽ നടക്കുന്ന ഒരു അബദ്ധത്തിൽ നടക്കുന്ന ഒരു കൊലപാതകം. ആ ഒരു ബോഡി ഇവർ ഒളിപ്പിക്കുന്നതാണ് നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ. ട്രെയിലർ പ്രത്യേകിച്ച് സസ്പെൻസ് ആയിട്ടൊന്നുമില്ല, ട്രെയിലറിൽ കണ്ട പോലെ തന്നെ ആ ബോഡി ഒളിപ്പിക്കുന്ന ഒരു തത്രപ്പാടിലുള്ള ഒരു ത്രെഡാണ് ബേസിക്കലി ഈ മൂവി മൊത്തം ഉള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ അച്ഛനുണ്ടാക്കിയ കുറേ നൂലാമാലകൾ, അതിലൊക്കെ രക്ഷപ്പെടുന്ന കുറേ കാര്യങ്ങളാണ് ഈ ബേസിക്കലി ഈ മൂവി കാണിക്കുന്നത്. അതിലുണ്ടാവുന്ന കുറേ ഫൺ എലമെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ അത് റിലേറ്റ് ആക്കാനും പറ്റുന്നു, നമുക്ക് നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്യാനും പറ്റുന്നുണ്ട്. പിന്നെ ഈ പടത്തിൽ ജഗദീഷ് ചേട്ടനുണ്ട്. ജഗദീഷ് ചേട്ടൻ അത്യാവശ്യം നല്ല രീതിയിലൊരു റോളുള്ളൊരു കഥാപാത്രം തന്നെ ചെയ്തിരിക്കും. നല്ലൊരു ഫൺ കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഈ പടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ എല്ലാവർക്കും ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ഇതുകൊണ്ട്, എന്നാൽ ഒരു ഫൺ ആയിട്ടുള്ളൊരു ക്യാരക്ടറും കൂടെ ഉണ്ട്. അത് നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഒരാളെ ഭയങ്കരമായിട്ട് കോമഡി ആയിട്ടല്ല ഇതിനകത്ത് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരാൾക്ക് ചെറിയൊരു സീരിയസ് ആയിട്ടുള്ള ഷെയ്ഡും ഉണ്ട്, ചെറിയ കോമഡി ആയിട്ടുള്ള ഇതുണ്ട്. അത് നമുക്ക് നല്ല രീതിയിൽ ഇത് മനസ്സിലാക്കാനും പറ്റും. പക്ഷേ നമ്മളിപ്പോൾ ഫസ്റ്റ് ഹാഫ് നമ്മൾ തിയേറ്ററിൽ നിന്ന് കാണുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ഹാഫൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് മുഖത്തൊരു ചിരിയാണ്, നല്ല ഇനി എന്ത് സംഭവിക്കും നമുക്ക് തിയേറ്ററിൽ ഇരിക്കുക. അത് ക്യൂരിയോസിറ്റി ഉണ്ട്, ഇനി എന്ത് നടക്കും എന്നുള്ള ക്യൂരിയോസിറ്റി നമുക്ക് ഈ സിനിമ കാണുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നുണ്ട്. ആ ചെറിയൊരു പ്ലോട്ടാണ്, ആ പ്ലോട്ട് ഇവർ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ എക്സിക്യൂട്ട് ചെയ്ത് നല്ല രീതിയിൽ സക്സീഡ് ചെയ്യുന്നത് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഇതിന് 2 പാട്ടാണ്. എനിക്ക് ഭരതനാട്യം എന്ന് പറഞ്ഞ ഇതാന്ന് തോന്നുന്നു ഫസ്റ്റ് പാർട്ട്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഭരതനാട്യം ടു മോഹിനിയാട്ടം എന്ന് പറയുന്നത്. ഭരതം എന്ന് എനിക്ക് തോന്നുന്നു ആ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഫാദറിൻ്റെ പേരാണ്. അതായത് സായികുമാറാന്ന് തോന്നുന്നു ഫസ്റ്റ് പാർട്ടിൽ ഇവരുടെ ഫാദറായിട്ട് വരുന്നത്. സെക്കൻഡ് പാർട്ടിൽ ഈ ഫാദർ മരിക്കുന്ന ഇതുണ്ട്, മറ്റേ ഫോട്ടോയിലൊക്കെ കാണിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ മരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്, മറ്റേ തേങ്ങ തലയിൽ വീണ് മരിക്കുന്ന, അത് പുള്ളിക്കാരൻ മരിക്കുന്ന അതിൻ്റെ ഒരു ഫോട്ടോ ഇവർ വെക്കുന്നുണ്ട്, വീട്ടിൽ ഫോട്ടോ വെക്കുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി ഭരതം എന്ന് പറയുന്നത് വെച്ചാൽ ഈ ഭർത്താവിൻ്റെ പേരാണ്. മോഹിനിയാട്ടം എന്ന് പറഞ്ഞാൽ മോഹിനി എന്ന് പറയുന്നത് ഈ പുള്ളിക്കാരൻ്റെ വൈഫ്. ആ ഒരു റിലേറ്റ് ചെയ്ത് ഭരതനാട്യം ടു മോഹിനിയാട്ടം എന്ന് ഉദ്ദേശിക്കുന്ന ആ ഒരു ത്രെഡാണ് ഇവർ ബേസിക്കലി ഈ പടത്തിന് കൊടുത്തിരിക്കുന്നത്. നല്ല ആപ്റ്റായിട്ടുള്ള ഒരു പേരാണ് അത്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇതെന്തോ ഈ പേര് ഇങ്ങനെ വല്ല ഡാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വല്ല ഇതാണോ നിങ്ങൾ ആദ്യം ചിന്തിക്കും. പക്ഷേ നമ്മൾ ഈ പടം കാണുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ പേരിട്ടേന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവും. അതിനും ഒരു ഫണ്ണി എലമെൻ്റ് ഉണ്ട്. നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും.
അതായത് ഫസ്റ്റ് ഹാഫിൽ സംഭവിക്കുന്നത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സ്പോയിലറൊന്നുമല്ല, ഇത് ബേസിക്കലി ട്രെയിലറിൽ കണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതായത് ബേസിക്കലി ഇവരൊരു കൊലപാതകം ചെയ്യുന്നു. ആ കൊലപാതകം ഇവർ ബാക്കി വേറെ ആരെയും അറിയിക്കാതെ അവർ എങ്ങനെയെങ്കിലും ആ ബോഡി ഡിസ്പോസ് ചെയ്യാനായിട്ടാണ് ഇവർ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ആ ട്രെയിനിൻ്റെ കൂട്ടത്തിൽ ബേബി ജീൻ ഇവിടെ തൊട്ടപ്പുറത്തെ വീട്ടിലാണ് ബേബി ജീൻ താമസിക്കുന്നത്. അപ്പോൾ ബേബി ജീൻ്റെ ആ ഒരു എന്തോ ഇവരുടെയൊക്കെ പെരുമാറ്റത്തിൽ എന്തൊക്കെ സംശയമുണ്ട്. അപ്പോൾ ആ സംശയം ഈ പുള്ളിക്കാരൻ ഒരു ഭയങ്കര ഒരു രീതിയിൽ പുള്ളിക്കാരൻ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് ബേബി ജീൻ. അത് നല്ല രീതിയിൽ പുള്ളിക്കാരൻ അഭിനയിച്ചിട്ടുണ്ട്. അത് നമുക്ക് നല്ല രീതിയിൽ കണക്റ്റും ആവുന്നുണ്ട്. അപ്പോൾ ഈ ബേബി ജീൻ്റെ ഇതിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കാം എന്ന രീതിയിലാണ് ഫസ്റ്റ് ഹാഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ഹാഫ് ഇവരെല്ലാം കൂടെ ബേബി ജീനെ പെടുത്തുന്നു. പിന്നെ ബേബി ജീനെ ഇവരും കൂടെ ടീമപ്പായിട്ട് നല്ലൊരു ഇത് കാണാൻ പറ്റുന്നുണ്ട്. ബേബി ജീൻ്റെ പെർഫോമൻസ് നല്ല രീതിയിൽ നമുക്ക് ഇന്നത്തെ കാണാൻ പറ്റും. അത് ബേബി ജീൻ എന്ന് പറഞ്ഞ ആൾ ശരിക്കും ഒരു നടനാണ്. നമ്മൾ അതായത് പാട്ടുകാരനല്ല, പുള്ളിക്കാരൻ്റെ പ്രൊഫഷണൽ പാട്ടല്ല, ആക്ടിങ് ആണെന്ന് നമുക്ക് തോന്നിപ്പോൾ അതേപോലെ നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. സുരാജേട്ടൻ്റെ ക്യാരക്ടർ ഫസ്റ്റ് ഹാഫ് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളിക്കാരൻ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ പുള്ളിക്കാരൻ എക്സിക്യൂട്ട് ഉണ്ട്. ഷൈജു കുറുപ്പ് ആയിക്കോട്ടെ, ബാക്കിയുള്ളവർ എല്ലാ കഥാപാത്രം. പിന്നെ ഇതിനകത്ത് മോഹിനി എന്ന് പറയുന്നത് ഇപ്പം കഥയിലെ പേര് പറഞ്ഞാൽ മോഹിനി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു കഥാപാത്രമുണ്ട്. അവരുടെ അമ്മയായിട്ട് അഭിനയിച്ച കഥാപാത്രം പഴയ നടിയാണ്. പുള്ളിക്കാരി ഇന്നത്തെ നല്ല രീതിയിൽ പൊളിച്ചടുക്കിയിട്ടുണ്ട്. അത് പുള്ളിക്കാരിയുടെ സൗണ്ടൊക്കെ പോയിട്ട് പണ്ടത്തെ എന്തോ അഭിനയിക്കുന്ന സമയത്ത് പുള്ളിക്കാരി എന്തോ കെമിക്കൽ കുടിച്ചു അങ്ങനെ എന്തോ സൗണ്ട് പോയെന്നാണ് പണ്ടത്തെ പുള്ളിക്കാരുടെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. പുള്ളിക്കാരി ഇന്നത്തെ അടിപൊളി പുള്ളിക്കാരുടെ ഓൺ വോയിസിലാണ് പുള്ളിക്കാരി ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷേ നല്ല അടിപൊളിയായിട്ട് പുള്ളിക്കാരി നല്ല എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ പുതുമുഖ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ അവരും ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ആക്ടിങ് വോയിസ് ഇത് എല്ലാം നല്ല രീതിയിൽ എല്ലാവരും അവരവരുടെ ജോലി നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റോറി വൈസ് ആണെങ്കിൽ ഡയറക്ടറിൻ്റെ ഭാഗം നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആസ് എൻ ഓഡിയൻസ് എനിക്ക് ഈ പടം നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അത് വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റോറിയാണ്, വളരെ സിമ്പിളായിട്ടുള്ള ആ ട്രെയിലർ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ആ സെയിം സാധനം തന്നെയാണ് കഥയിലുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും സസ്പെൻസ് ആയിട്ടൊന്നുമില്ല. ആ സ്റ്റോറി എങ്ങനെ ഇത്രയും 2.5 മണിക്കൂറിൽ എങ്ങനെ ഒരു പ്രേക്ഷകനെ ഇരുത്തി കാണിക്കാം, അത് ഫസ്റ്റ് ഹാഫ് ലാഗില്ലാണ്ടെയും സെക്കൻഡ് ഹാഫ് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കാണിക്കാം എന്നൊരു നല്ലൊരു എക്സാമ്പിളാണ് ഈ ഡയറക്ടർ കാണിച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ നമുക്കൊരു ക്യൂരിയോസിറ്റി തരുന്ന ടൈപ്പ് ഒരു മൂവിയാണ്. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. എനിക്ക് ഈ പേഴ്സണലി പടം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എനിക്കൊന്ന് തിയേറ്ററിൽ അധികം ഹിറ്റായിട്ടില്ല, എനിക്കൊന്ന് ആൾക്കാരധികം കയറിയിട്ടില്ല. ഈ പടത്തിൻ്റെ ഒരു പോപ്പുലാരിറ്റി ഇല്ലാത്തതുകൊണ്ട്, വലിയ സ്റ്റാർസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് പാർട്ടിൽ ആരും അധികം കയറിയിട്ടില്ല. പക്ഷേ സെക്കൻഡ് പാർട്ടിൽ നിങ്ങൾ ആ മിസ്റ്റേക്സ് വരുത്താതിരിക്കുക. എനിക്ക് നല്ല രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കോമഡി ഫൺ ടൈപ്പെട്ടുള്ളൊരു മൂവിയാണ്. പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ പോയി കാണും. നിങ്ങൾക്ക് നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ടൈപ്പ്. നിങ്ങൾ ഒട്ടും ബോറടിപ്പിക്കത്തില്ല, അത് എനിക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്രയും പറയാൻ പറ്റത്തില്ല. എന്നാലും നമുക്ക് കണ്ടിരുന്ന് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു 2.5 മണിക്കൂർ നമുക്ക് എല്ലാം മറന്ന് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഫൺ ടൈപ്പായിട്ടുള്ളൊരു പടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എല്ലാവരും പെർഫോമൻസ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. എന്തായാലും ഇതേപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.